ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ പറയാം. ഇന്നിപ്പോൾ 14/5/25 15/5/25 സോറി. അപ്പോൾ എൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവയാനിയുള്ള സത്യങ്ങൾ മുഴുവൻ പറയുകയാണ്. നയനെ സ്നേഹിച്ച് തുടങ്ങിയതും എല്ലാം സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ദേവയാനി കുടുംബത്തോട് പറയുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഇരിക്കുകയാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ആദർശം ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ പറയും, ഇനി നീ പോയി അവളെ വിളിച്ചോണ്ട് വരും, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, ഇനി നീ പോയി മോളെ വിളിച്ചോണ്ട് പോകാൻ, മോളില്ലാണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഒന്നും ആദർശം മിണ്ടുന്നില്ല. ആദർശം മിണ്ടാണ്ട് പോവുകയാണ്. അപ്പോൾ നീ എങ്ങടെ പോണത് എന്നറിയും. നീ ഇപ്പോൾ പോയി മോളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ അറിയും, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ തീരുമാനിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറയുന്നത്. എന്തതിൽ ഇത്ര ആലോചിക്കുക, നീ പോയി വിളിച്ചതില്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ടിരിക്കും, കാരണം എനിക്ക് മോളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആദർശം ഒന്നും മിണ്ടാണ്ട് പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ കൂടുതൽ സങ്കടമാവുകയാണ് അപ്പോൾ ദേവയാനിക്ക്. അച്ഛൻ എന്തോന്നും പറയാത്തത്, അവൻ എന്തായി തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, ഞാനെന്ത് പറയാനാണ്, എനിക്കൊന്നും ഇതിൽ പറയാനില്ല, എല്ലാ തീരുമാനങ്ങളും അവനല്ലേ എടുക്കേണ്ടത്, ഇതിലിപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അച്ഛാ ഇങ്ങനെ പറയരുത്, കാരണം എനിക്ക് മോളില്ലാണ്ട് പറ്റില്ല, ഇനി ഒരിക്കലും മോളില്ലാണ്ട് എനിക്ക് ജീവിക്കാനേ പറ്റില്ല, നിങ്ങളാരും പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിക്കും എന്നങ്ങനെ കർശനമായിട്ട് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ജയനൊക്കെ കൂടെ പറയും, എന്തായാലും നമ്മളെല്ലാവരും കേൾക്കാൻ കാത്തിരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഏടത്തി പറഞ്ഞത്. അപ്പോൾ ദേവേടത്തി പറഞ്ഞത്, ഇനിയിപ്പോൾ ആദർശം എന്താണ് പറയാൻ പോണതെന്ന് അറിയില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറയും. അതിൽ പറയും, ആദർശ് അവൻ എന്തായാലും ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാണ്ടിരിക്കുക, എനിക്കാണെങ്കിൽ അവനെ നിർബന്ധിക്കാനും പറ്റില്ല, പക്ഷേ അറിയില്ല, എന്തായാലും അവൻ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ എന്നുള്ളതിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ഗോവിന്ദനും കനകയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയും, ഇത് എന്താണ് പറ്റിയെന്നറിയില്ലല്ലോ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ നവ്യ അഭി സ്നേഹത്തോടെ ആയപ്പോൾ അവർ തമ്മിലാകുന്നല്ലോ, എന്തൊരു വിദ്യയാണ് ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, മോളാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, മോളുടെ സങ്കടം കാണാൻ വയ്യ ഗോവിന്ദേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കനക. അപ്പോൾ ഇങ്ങനെ അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ആദർശ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ ഇവർ നോക്കുകയാണ്. നോക്കുമ്പോൾ ആദർശ് വരുന്നത്. അപ്പോൾ കനക വിളിച്ചു പറയും, മോളെ ആദർശ് വന്നിരിക്കുന്നു, നയന മോളെ ആദർശ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് ആദർശ്. അതിൽ കയറി വരുന്ന സമയത്ത് നയനയും വേഗം വരികയാണ്. നയനി വന്ന് നിൽക്കുമ്പോൾ പറയും, മോനെ എന്ന് പറഞ്ഞ് ചെല്ലുക. അപ്പോൾ പറയും, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇവള് ഇങ്ങോട്ട് പോകുന്നതല്ലേ, എനിക്ക് ഇനിയൊന്നും അധികമൊന്നും സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഇവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയും. അതിലേറെ ഡൈവോഴ്സ് ചെയ്യാനോ, അതിന് മാത്രം എന്താ ഉണ്ടായത് ചോദിക്കുമ്പോൾ, ഞാൻ ഒരു കാര്യങ്ങളും അവളുടെ മുന്നിൽ മറച്ചു വെച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവളെന്താ ചെയ്തതെന്നറിയോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എല്ലാ വിവരങ്ങളും ഇപ്പോൾ അമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാനൊരു താല്പര്യമില്ല, ഇനി ജീവിതകാലം മുഴുവൻ അവളിവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയും, എന്തിനാ ആദർശമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് അറിയും, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നോട് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആദർശ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് നയനോട്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, മോനെ എന്ത് തെറ്റാണ് മോള് ചെയ്തതെന്ന്, തെറ്റെന്താ ചെയ്തതെന്ന് ഇവൾക്കറിയാം, എല്ലാ വിവരങ്ങളും ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് അറിഞ്ഞു, അമ്മ എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറഞ്ഞു എന്നൊക്കെ പറയും. അങ്ങനെ കുറേ അങ്ങോട്ടും പറയും. ഇപ്പോൾ ഇതുവരെ അബിയും നവ്യായിരുന്നു, അവരുടെ ഉള്ളിലായിരുന്നു പ്രശ്നം. ഇന്നലെ അബി വന്നപ്പോഴും ഞങ്ങൾ വിവരങ്ങളൊക്കെ ചോദിച്ചതാണ്, പക്ഷേ അബിക്കും അറിയില്ല, എനിക്കും ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പറയുകയാണ്. നീ അങ്ങോട്ട് നടക്കുക, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ റൂമിലേക്ക് വിളിച്ചും കൊണ്ട് പോവാണ്. ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട് നയന കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൂമിലേക്ക് വിളിച്ചും കൊണ്ട് പോവാണ്. റൂമിൽ വിളിച്ച് പോയിട്ട് അവിടെ നിന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒഴിവാക്കാൻ തന്നെ വന്നതാണ്, ഞാനൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്,
അതുകൊണ്ട് നീയും കൂടെ വന്ന് ഒപ്പിട്ട് വേഗം രണ്ട് ഇതാക്കണം, കാരണം വേറെ ഒന്നും നീ സംസാരിക്കാനില്ല അറിയാം. അപ്പോൾ അറിയും ഞാൻ എന്ത് തെറ്റാണ് ആദർശേട്ടനോട് ചെയ്തത് അറിയും. നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയില്ലേ എന്ന് വയ്ക്കുമ്പോൾ നീ എന്താ ഒരു കത്ത് എഴുതി വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണോ നിൻ്റെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് പറയും എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ അവിടെ ആ കത്ത് എഴുതി വെച്ചത്, എനിക്ക് ആ വീർപ്പുമുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ ഉള്ളതുകൊണ്ടാണ് കത്ത് എഴുതി വെച്ച് പോകുന്നറിയാം. അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കും. അപ്പോൾ പറയും പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ആദർശേട്ടൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആദർശേട്ടൻ എന്നെ പറയാൻ സമ്മതിച്ചില്ല അറിയും. ഞാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞതല്ലേ. പ്രത്യേകിച്ച് അമ്മയ്ക്ക് നീ കരൾ ദാനമായി കൊടുക്കും, നിൻ്റെ പിന്നാലെ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ കൊടുക്കണ്ടെന്ന്, എന്നിട്ട് നീ അമ്മയ്ക്ക് കരൾ കൊടുത്തു. അതിന് ശേഷം ഞാൻ നിൻ്റെ താഴെ തന്നെയായിരുന്നു, നിനക്കത് എന്നോട് പറയാം, നീ പക്ഷെ അത് എന്നോട് പറഞ്ഞില്ല, അമ്മയും നീ സ്നേഹത്തിലായ കാര്യം എന്നോട് പറഞ്ഞില്ല അറിയാം. അപ്പോൾ നയന പറയും അമ്മ എന്നോട് അത്രയും പ്രഷർ ചെലുത്തി പറയരുതെന്ന് പറഞ്ഞു ആദർശേട്ടാ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും ആയിക്കോട്ടെ, അമ്മ അറിയാതെ നിനക്ക് എന്നോട് പറഞ്ഞൂടെ, നമ്മൾ ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കുന്നവരല്ലേ, എന്നിട്ട് നിനക്കത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് അതൊക്കെ തന്നെയാണ് നിന്നോട് ദേഷ്യം വന്നത്, ഇതിനൊക്കെ നിൻ്റെ കാരണം അടിച്ച് പൊട്ടിക്കുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവളോട് നയനോട് ദേഷ്യപ്പെടുകയാണ് ആദർശൻ. അപ്പോൾ പറയും ആദർശേട്ടൻ എന്ത് തെറ്റ് തന്നാലും ഞാനത് സ്വീകരിക്കും എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ ഇപ്പം എന്നെക്കാട്ടിലിഷ്ടം അമ്മയ്ക്ക് നിന്നെയാണ്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഞാനും ആഗ്രഹിച്ചതല്ലേ ഒരു കാലത്ത് നിന്നെ അമ്മ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിച്ചില്ല, എന്നിട്ടും ആ സന്തോഷ വർത്തമാനം അറിഞ്ഞിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് നമുക്കത് എന്നോട് പറയാൻ തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നൊന്നുമില്ല, നീ ഇവിടെ തന്നെ നിന്നോ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നയന പറയും ആയിക്കോട്ടെ ശരി, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊന്നും ഇത് അറിയരുത് എന്നറിയും. പിന്നെ അറിയാതെ പിന്നെ എങ്ങനെ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ എല്ലാവരും അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അവൾ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ആദർശേട്ടാ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളത്, അമ്മ പറഞ്ഞുകൊണ്ടാണ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാപ്പ് പറയുക. അപ്പോൾ ആദർശ അപ്പോഴേക്കും ഒന്ന് അഴഞ്ഞു. അപ്പോൾ പറയും നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാണ്, കാരണം നീയെല്ലാം എന്നിൽ ഇത് മറച്ചു വെച്ചില്ലേ, അപ്പോൾ ഇങ്ങനൊരു പക്ഷേ ആദ്യം എനിക്ക് നിന്നോട് നല്ല ദേഷ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ദേഷ്യമൊന്നുമില്ല കേട്ടോ, കാരണം അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം, അമ്മയ്ക്കല്ല അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക, അവിടെ ഞാനില്ലെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ ഇല്ലെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആദർശ് നയനെ. അപ്പോൾ പറയും വിഷമിക്കേണ്ട അറിയും. അപ്പോൾ പറയും എനിക്കൊത്തിരി വിഷമം ഇരുന്നോട്ടെ, പിന്നെ അല്ലാതെ ഇതിൽ അല്ലെങ്കിൽ ഞാൻ തോറ്റു പോവില്ലേ. അപ്പോൾ പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്, പക്ഷെ അമ്മയുടെ കാര്യം കുറച്ച് പ്രശ്നമാണ്, അമ്മ ആകെ ഇതായിപ്പോയി, കാരണം വല്ലാണ്ട് വിഷമിച്ച് പോയി അമ്മ, അതുകൊണ്ട് ഇനി നമുക്ക് വേഗം പോവാം, നീ പോരെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത് തന്നെയാണെന്നൊക്കെ പറയും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി, അതിലിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അറിയാം, പോവാ, നീ ഇല്ലാണ്ട് എനിക്കും പറ്റില്ല നയനെ, കാരണം ഒരുപാട് നാൾ പിണങ്ങിയിരുന്നിട്ട് ഒന്നിച്ച് സ്നേഹിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ പറയും നിന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, നീ ആ കത്ത് എഴുതി വെച്ച് പോന്നപ്പോൾ എനിക്കൊരു ഇത്തിരി വിഷമം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് അതെന്ന് പറയും. അപ്പോൾ പറയും എന്തായാലും നീ വാ, നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, പക്ഷേ നിന്നെ കൊണ്ടുപോകാനാണെന്ന് അവിടെ കൊണ്ടുവരാനാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, കാരണം കുറച്ച് ശത്രുക്കളുണ്ടല്ലോ നമുക്കവിടെ, നീ അവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവിടെ, അപ്പോൾ അതിന് നമുക്ക് അവരെ കുറച്ച് നേരം കൊണ്ട് സന്തോഷിക്കട്ടെ എന്നൊക്കെ തന്നെ പറയും. ആ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോരുകയാണ്. അപ്പോൾ ഗോവിന്ദനും കരകിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്, എന്താണാവോ അവരുടെ പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ വിഷമം പറയുമ്പോഴേക്കും ആദർശ് നയനെ കൂടെ അങ്ങോട്ട് വരികയാണ് ബാഗൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അച്ഛാ ഞാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവളെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടായിരുന്നു, കാരണം ഞാനൊന്നും അവളെടുത്ത് ഒളിച്ച് വെക്കാറില്ല, എല്ലാം ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഗോവിന്ദൻ പറയും അതറിയാം മോനെ, ഞങ്ങൾ തന്നെ ഇപ്പോൾ അടുത്താണ് അറിഞ്ഞത്, പിന്നെ എന്താ മോൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്, അത്രയും നിർബന്ധിച്ച് പറഞ്ഞു, എല്ലാം അവൾ പറഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, കാരണം അഭിയും നയനയും ഒരു ഇതിൽ നന്നായി വന്നപ്പോഴേക്കും നിങ്ങളും പിണങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട്, പിന്നെ നന്ദു പോവാ പിന്നെ പോണേനോ അതിനൊക്കെ പറ്റി പറയും. ആദർശ് പറയുന്നുണ്ട് നയനോട്, എന്താണ് നന്ദു പോണമെന്നും അമ്മ ഇവിടെ വന്നത് വിഷുവിനും അമ്മ വന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു,
പിന്നെ നീ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു എനിക്ക് മനസ്സിലെന്നറിയും. അപ്പോൾ കനക പറയുന്നുണ്ട്, എനിക്കും സംശയം തോന്നിയിരുന്നു മോനെ, ഇവർ അമ്മായിയമ്മയും മരുമകളും സ്നേഹത്തിലായിരുന്നു. ഞാൻ എന്നിട്ട് പിന്നാലെ പോയി കണ്ടുപിടിച്ചതാണ്. എന്നിട്ടാണ് ഞങ്ങളും അന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും പിന്നെ എന്തായാലും നല്ലൊരു ഇതായാലും അപ്പോൾ പറയും ഞാൻ എന്തായാലും കൊണ്ടുപോവാണ്. അവിടെ അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടം. അമ്മ ആകെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവളില്ലാണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും ഇളയച്ഛനും എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് നീ കൊണ്ടുപോവുകയാണെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും കനകയ്ക്കും ഗോവിന്ദനൊക്കെ. അപ്പോൾ പറയും, ഇനി ഞാനിവളെ വിട്ടുകളയുന്നില്ല അച്ഛാ എന്നൊക്കെ പറയും. എന്നാലും ചെറിയൊരു ശിക്ഷ ഞാൻ കൊടുക്കണ്ടേ, അതിന് കുറച്ച് വിഷമിപ്പിച്ചതാണ് പറയുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവും. അങ്ങനെ മോനെ, വിഷുവിന് പോലും നീ ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട അമ്മേ, അവിടെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്, എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ മോൻ പോയിക്കോന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശിനെ ഇങ്ങനെ മുഖം ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ് നമ്മളുടെ കനക, സ്നേഹം കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നയനേനെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം അമ്മയെന്ന് പറയും, മോള് പോയിട്ട് വാന്ന് പറയുമ്പോൾ കരയാണ് കേട്ടോ. പാവം കനകയ്ക്ക് ഒരുപാട് ഭയമുണ്ട്. എന്തൊക്കെയായാലും പെൺമക്കളൊക്കെ വീട്ടിൽ നിന്ന് മാറി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ വിഷമമുണ്ടാവും എല്ലാ അമ്മമാർക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ സ്നേഹമുള്ള ഭർത്താവിൻ്റെ കുടുംബമാകുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവർ പോവുകയാണ് എല്ലാവരും കൂടെ യാത്ര പറഞ്ഞിറങ്ങുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും അജയനും ജയനൊക്കെ കൂടെ നിന്ന് സംസാരിക്കുക. ദേവയാനി ആകെ സങ്കടമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ നല്ലൊരു ആദർശ് ഈ ഒരു ഇത് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു കപ്പിത്താനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത്. പക്ഷേ ഇന്നത്തെ ഡിസിഷൻ അവൻ്റെ വളരെ നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും എന്നാലും ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ലല്ലോ. ദേവേനെ ആകെ ദേവടുത്തി നയനമോളെ സ്നേഹിക്കുന്നുണ്ട് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ അജയൻ പറയാൻ കേട്ടോ. പക്ഷേ ഇവിടെ കുറച്ച് പേരുണ്ട്, അവരിപ്പോൾ വളരെ സന്തോഷിക്കട്ടെ, അവർക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കൂട്ടി കൊടുക്കണം. കാരണം മൂന്നാളും ഭയങ്കര വഴക്കിലാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പോൾ അവർക്ക് ഒന്നും കൂടി സന്തോഷിക്കുന്ന രീതിയിലാവട്ടെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അത് കഴിഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എല്ലാം അറിയും എന്തായാലും ഇവൻ എടുക്കുന്ന തീരുമാനം എന്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാവാത്തതെന്ന്. അത് ആദർശം എടുക്കുന്നത് എന്ത് തീരുമാനമാണെങ്കിലും നമ്മൾ പക്ഷെ കൂടെ നിൽക്കണം. പക്ഷെ നയനമോളെ ഇല്ലാണ്ട് പറ്റൂല, അതൊരു സങ്കടം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കാണാൻ നമ്മളുടെ ത്രിമൂർത്തികൾ അങ്ങോട്ട് വരുന്നു. അവരിങ്ങോട്ട് ജലജ പറയും, അച്ഛാ ആദർശം അങ്ങോട്ട് പോയത് ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? നയനേനെ ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്നറിയും. അപ്പോൾ പറയും, അതെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. ഇത്ര അച്ഛനിതിനൊന്നും പറയല്ലേ, ഞാനെന്ത് പറയാനാ, അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവൻ ഡൈവോഴ്സ് ചെയ്യട്ടെ, അവർ തീരുമാനത്തിനൊത്തന്നെ നിൽക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. മൂന്നാളും ഇങ്ങനെ പരസ്പരം നോക്കി ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ പറയുക, എന്നാലും അച്ഛാ അതിനെ സമ്മതിക്കരുത് അച്ഛാ, കാരണം നമ്മളുടെ വീടിന് മാത്രമല്ല നമ്മുടെ കമ്പനിക്കും കൂടി അവളൊരു ഇതല്ലേ. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈൻ വരച്ചൊക്കെ തരുന്നത് അവളല്ലേ. അപ്പോൾ അവളെ ഇതാക്കുകയാണെങ്കിൽ നമ്മൾക്ക് നഷ്ടമല്ല. ഇപ്പോൾ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ അവന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് എന്നിട്ട് എങ്ങടാ പോയത് വയ്ക്കും, ആദർശ് അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണ് അറിയൂട്ടോ അജയൻ. അതിൽ പറയാം, അഡ്വക്കേറ്റിനെ കാണാൻ പോകണം ഇത്ര പെട്ടെന്നോ, അയ്യോ ഇതെന്താ അങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ് ജാനകിയൊക്കെ. അപ്പോൾ പറയാം, ആദർശ അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണ്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവരുടെ തീരുമാനം എന്നറിയില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിങ്ങനെ കേട്ടിട്ട് ജലജയ്ക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയാത്തൊരവസ്ഥ. എന്നാലും അച്ഛാ ഇതങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല, അങ്ങോട്ട് വരട്ടെ ഞാൻ പറയും. അപ്പോൾ നിനക്കൊക്കെ പിന്നെ അവളെ വലിയ ദേഷ്യമായിരുന്നല്ലോ, പിന്നെ നീയൊക്കെ അവളിൽ നിന്ന് ഡൈവോഴ്സ് ആക്കണം, അല്ലെങ്കിൽ അവളിൽ നിന്ന് ഈ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണല്ലോ, നിങ്ങൾക്കിപ്പോൾ ഇതെന്ത് പറ്റി? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിനൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നയനേനൊന്നും ഒരിക്കലും ഇവിടുന്ന് വിട്ട് കളയണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ എഴുത്തി ഇപ്പോൾ പിന്നെ ദേവെടുത്തി ഇനിയിപ്പോൾ എന്താണാവോ പറയാന്ന്, അങ്ങനെ അതായത് അവരുടെ
ഈ സത്യാവസ്ഥകൾ മുഴുവൻ ഇപ്പം മറ്റവരും ത്രിമൂർത്തികൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഇവർ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ആണുങ്ങൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറയും ഇനിയിപ്പോൾ ദേവ എടുത്തേക്കും സന്തോഷമാവട്ടെ എന്നിങ്ങനെ പറയുകയാണ് ജയൻ. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. എന്തായാലും ആദർശ് വരട്ടെ, ആദർശ് വന്നിട്ട് ഞാൻ സംസാരിക്കാൻ പറയുമ്പോഴേക്കും ആദർശ് വരികയാണ്. കാറിങ്ങോട്ട് വരുമ്പോൾ ഹോണടിച്ച് ആണല്ലോ വരുന്നത്. അപ്പോൾ വരുമ്പോഴേക്കും ഇവള് അനാമിക ഭയങ്കര എക്സൈറ്റഡ് ആവട്ടെ, കാരണം ആദർശേട്ടൻ വന്നു എന്നിങ്ങനെ വിളിച്ച് പറയുകയാണ്. കാരണം വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് നോട്ടീസിന് കൊടുത്തിട്ടാണ് ആദർശ് വരുന്നതെന്നാണ് അവരുടെയൊക്കെ വിചാരം. അപ്പോൾ പക്ഷേ കയ്യോടെ കൊണ്ടുവരണം ഡൈവേഴ്സിനെ, കയ്യപ്പെടുത്തിട്ട് നയനെ കയ്യോടെ കൊണ്ടുവരുമ്പോൾ ഇവരൊക്കെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റവർക്കൊക്കെ ചിരിയാണ് കേട്ടോ, കാരണം ഇവരുടെ വെപ്രാളം ഇതൊക്കെ കണ്ടിട്ട്. പക്ഷേ ആദർശ് നയനെ വിളിക്കാൻ പോയതാണെന്ന് അവർക്കും അറിയില്ലായിരുന്നു. ആദർശ് എങ്ങോട്ട് പോയതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആദർശനെയും കൂട്ടി ആ വീടിൻ്റെ ഉമ്മറപ്പടി കയറി വരുന്ന പിന്നെ ആദർശും നയനയും കൂടിയും കയറി വരുന്നത് കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മൾ ത്രിമൂർത്തികൾ. മറ്റവരുടെ മുഖത്തൊരു സന്തോഷത്തിൻ്റെ ഒരിതും. എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് അവിയൽ പരുവായിട്ടാണ് ഇന്നത്തെ മറ്റേ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ അവസാനിക്കുന്നത്. കൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് അത് കാണുക. കണ്ടിട്ട് പിന്നെ എൻ്റെ കഥയാണ് ഞാൻ കുറേയൊക്കെ അവിടെയൊക്കെ തൊടാണ്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.